കാര്യങ്ങളാണ്. ഞാൻ സൂര്യഗായത്രിയിലേക്ക് പോവുകയാണ്, തിരുവനന്തപുരത്തേക്ക്. സൂര്യ മലയൻകീഴിൽ നിൽക്കുന്നു. അവിടുത്തെ റോഡിന്റെ അവസ്ഥ ശോചനീയമാണ്. സൂര്യ നമ്മുടെ പരമ്പരയിൽ ഒട്ടേറെ സ്റ്റോറികൾ തന്നിരുന്നു. ആ സ്റ്റോറികളിലെല്ലാം പല പ്രദേശങ്ങളിലെ പ്രത്യേകിച്ച് ഗ്രാമവഴികളിലൂടെയാണ് സൂര്യ സഞ്ചരിച്ചത്. നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ സൂര്യ നിൽക്കുന്ന ആ റോഡിന്റെ അവസ്ഥ എന്താണ്? അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾക്ക് ശ്രമിക്കാമോ? ഫിജി MLA നജീബ് കാന്തപുരം പറഞ്ഞതുപോലെ യുദ്ധഭൂമിയിലൂടെയുള്ള യാത്രയാണ് കേരളത്തിലെ റോഡുകളിലൂടെ ജനങ്ങൾ നടത്തുന്നത് എന്നതാണ്. അതിപ്പോൾ ഗ്രാമീണ റോഡായാലും ശരി, നഗരപ്രദേശത്തെ റോഡായാലും ശരി, അവസ്ഥ വ്യത്യസ്തമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നിൽക്കുന്നത് പേയാട് മലയൻകീഴ് റോഡാണ്. ഈ റോഡ് വഴി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നെയ്യാർ ഡാം ഉൾപ്പെടെയുള്ള പ്രദേശത്തേക്ക് പോകുന്ന വഴിയാണ്. ഒരു അവധി ദിവസം ആഘോഷിക്കാമെന്ന് കരുതി നെയ്യാർ ഡാമിലേക്ക് ഈ റോഡ് വഴി ചെന്നാൽ ഏകദേശം ഡാം എത്തുമ്പോഴത്തേക്കും വിശ്രമം വേണ്ട അവസ്ഥയിൽ ആളുകൾ മാറുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടേക്ക് ഈ റോഡിൽ ഇപ്പോൾ ഇറങ്ങി നിന്ന് വാർത്ത ചെയ്യുമ്പോൾ നിരവധി ആളുകളാണ്, ഈ സമീപ വ്യാപാരം നടത്തുന്നവരായാലും നാട്ടുകാരായാലും നിരവധി പേരാണ് പരാതിയുമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഈ റോഡ് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല തിരക്ക്, അത്യാവശ്യം വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്ന ഒരു റോഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ യുദ്ധഭൂമിയിലൂടെ പോകുന്ന പോലെയാണ് ആളുകൾ ഈ റോഡിലൂടെയൊക്കെ കടന്നു പോകുന്നത്. എന്താണ് ഏട്ടാ ഈ റോഡിന്റെ അവസ്ഥ? വർഷങ്ങളോളം ഇത് തന്നെ 5 വർഷമായി 6 വർഷമായി ഒന്നും ഇതുമില്ല. പാവങ്ങളാണ് ഇതിലെ റോഡിൽ പോണത്. മുണ്ടികളും മുടന്നലും എല്ലാം ഇതിലാണ് പോണത്. എവിടെയെങ്കിലും ഒരു ഇതാണ് ഇപ്പോൾ എപ്പോഴും വിചാരം ഇപ്പോൾ നടക്കുമെന്നാണ് പറഞ്ഞത്. നമ്മളെ പോലെ പാവങ്ങൾ ഇതല്ലേ ടാക്സല്ലേ കൊടുക്കണം നമ്മൾ റോഡിൽ. വണ്ടി ഓടിയില്ലാന്ന് പറയാം, വണ്ടി ടാക്സ് അടിച്ചാൽ പറയും. എല്ലാവരും പറയണത് എന്താണെന്ന് വെച്ചാൽ ടാക്സ് അടിച്ച് പിടിക്കും, പോലീസ് പിടിക്കും, MPD പിടിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അപ്പം ഇതിനൊരു പരിഹാരം കാണും ഞങ്ങൾക്ക്, അത്രയേ ഉള്ളൂ. അപകടങ്ങൾ നടക്കാറുണ്ടോ? പിന്നെ 3 പ്രാവശ്യം 2 മരിക്കുകയും ചെയ്തു ഇവിടെ. ഈ ഇവിടുന്ന് അങ്ങോട്ട് ആ മേപ്പ് കൂടെ വരെ പോയാൽ എല്ലാവർക്കും അറിയാം എല്ലാ സാധനവും. എല്ലായിടത്തും കുഴിയാണ്. വണ്ടി ഒരാളിന് വിട്ടു പോകാൻ പറ്റില്ല. ഞങ്ങൾ ടാക്സല്ലേ കൊടുക്കുന്നത്. നമ്മൾ പരാതി കൊടുത്തായിരുന്നോ? പരാതി കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നന്നാക്കണം എന്നല്ല ഞങ്ങൾ പറയണത്. ഞങ്ങൾ പൈസ അല്ലേ കൊടുക്കുന്നത് ഈ റോഡിൽ. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണും ഞങ്ങൾ, അത്രയേ ഉള്ളൂ. അതുതന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ഈ റോഡിന് എത്രയും പെട്ടെന്നൊരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ റോഡിനെ സംബന്ധിച്ച് നാട്ടുകാർ പറയുന്നത് നിരവധി അപകടങ്ങളാണ് ഈ കുഴിയിൽ വീണ് സംഭവിക്കുന്നത് എന്നതാണ്. ഏറ്റവും വലിയ അപകടങ്ങൾ സംഭവിക്കുന്നത് ഈ ഇരുചക്ര വാഹന യാത്രക്കാർക്കാണ്. അവർക്ക് ഇതുവഴി പോകുമ്പോൾ പല സ്ഥലങ്ങളിൽ വെച്ചും പല വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഇരുചക്ര വാഹന യാത്രക്കാർക്ക് സംഭവിക്കുന്നു എന്നതാണ്. ഈ ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാകും എത്ര കഷ്ടപ്പെട്ടാണ് യാത്രക്കാർ ഈ റോഡിലൂടെ പോകുന്നത് എന്ന്. അധികൃതരോട് നിരവധി തവണ പരാതി പറഞ്ഞിട്ടും ആരും തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നാണ് പറയുന്നത്. പറയുമ്പോഴൊക്കെ നടത്തിത്തരാം എന്ന് പറയുന്നതല്ലാതെ ഈ പദ്ധതിയോ അല്ലെങ്കിൽ എന്താണ് പ്രശ്നം വേണ്ട വിധത്തിലുള്ള നടപടികൾ അധികൃതർ ആരും നടത്തുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി എന്ന് പറയുന്നത്. സൂര്യ കൂടുതൽ പ്രതികരണങ്ങൾക്ക് ശ്രമിക്കുക. വണ്ടി ഇടിക്കരുത്, ഞാൻ തിരിച്ചെത്താം.